നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ റഷ്യൻ സന്ദർശനത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് ഇത്. ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ഒരു ഐക്കോണായിരുന്നു റഷ്യയുടെ വടക്കേ അറ്റത്തെ ഗ്രാമമായ ടെറിബർഗ് സന്ദർശിക്കുക എന്നുള്ളത്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഇതും തുടരാം. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വന്ന റെസ്റ്റോറൻ്റാണ് ഇത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഇവിടുത്തെ ആഹാരത്തിൽ റെയിൻ ഡിയറുടെ ഇറച്ചി കൊണ്ടുള്ള ഭക്ഷണം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്നതാണ് റെയിൻ ഡിയർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭക്ഷണ സാമഗ്രികൾ. ഇതായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. മാന്റെ ഇറച്ചി, അതായത് റെയിൻ ഡിയറുകളുടെ ഇറച്ചി ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു പ്രധാന ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാനും മാനിന്റെ ഇറച്ചിയും എന്ന് നമ്മുടെ രാജ്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പൊല്ലാപ്പുകളെ കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ. എങ്കിലും ഇവിടെ ഇത് സർവ്വസാധാരണമാണ്. ഞങ്ങൾ എല്ലാവരും വേണ്ടോളം അത് ആസ്വദിച്ചു. ആർട്ടിക് സർക്കിളിൽ റഷ്യയുടെ കരഭാഗം അവസാനിക്കുന്ന ഭാഗമാണ് ടെറിബർഗ് എന്ന ഗ്രാമം. ജനവാസം തീരെ ഇല്ലാത്ത, വർഷത്തിൽ 365 ദിവസവും മഞ്ഞുവീഴ്ചയും മഞ്ഞുപാളികളാൽ നിറഞ്ഞു കിടക്കുന്നതുമായ ഈ പ്രദേശം സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ മുഖ്യ ലക്ഷ്യമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം -20 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു അവിടുത്തെ. ടെറിബർഗ് ഉത്തര ധ്രുവത്തിൽ നിന്നും 20 ഡിഗ്രി അകലെയാണ്. ധ്രുവരാത്രികളോട് കൂടിയ ഈ ആർട്ടിക് സർക്കിളിലെ ശൈത്യകാലം വളരെ പ്രസിദ്ധപ്പെട്ടതാണ്. കപ്പൽ താർച്ചകളുടെയും തടി ക്യാബിനുകൾക്കും പേരുകെട്ടതാണ് ഈ ഗ്രാമം. 1523 ടെറിബർഗ് ആദ്യമായി ഒരു സെറ്റിൽമെന്റായി പരാമർശിക്കപ്പെട്ടത് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. ആർട്ടിക് സർക്കിളിൽ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ശരിയാക്കിയിരുന്ന റെസ്റ്റോറന്റിന് സമീപം ഒരു വലിയ തിമിംഗലത്തിന്റെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കണ്ടത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നു. യാത്രാമധ്യേ 2ാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യ ഉപയോഗിച്ചിരുന്നതും റഷ്യ ആക്രമിക്കപ്പെട്ടതുമായ ആണവ യുദ്ധ കപ്പലുകളുടെ ഒരു ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഞങ്ങൾ സന്ദർശിക്കാൻ ഇടവേണ്ടായി. ഇവിടെ മുഴുവൻ ആണവ കപ്പലുകൾ നശിച്ചതും അതെല്ലാം ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറെ അധികം സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. വളരെ നാളുകളായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം മിലിറ്ററിയുടെ അധീനതയിലായിരുന്നതിനാൽ തദ്ദേശവാസികൾക്കോ ഇവിടെ പ്രവേശനം പോലും ഇല്ലായിരുന്നു. പിന്നീടല്ലേ വിനോദസഞ്ചാരികൾക്ക്. ഈയിടെ കുറെ നാളായിട്ട് മാത്രമാണ്, ഏകദേശം 6 മാസമേ ആയാലും മുർബാൻസ്കും അതിനോടനുബന്ധപ്പെട്ട സ്ഥലങ്ങളും വിനോദസഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഇവിടെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ഞങ്ങളാണെന്ന് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ അതിശൈത്യത്തെ അവഗണിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും പ്രായമായവരിൽ പലരും ഇത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു, ആനന്ദിക്കുന്നുണ്ടായിരുന്നു ഈ പ്രദേശങ്ങൾ. ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ബെന്നിയുടെ വിവരണത്തിലേക്ക്. വേറെ ഒരു വിധത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയിൽ സാധിക്കാണ്ട് വന്നപ്പോൾ ഈ ഗ്രാമം അനാഥമായി. നമ്മുടെ ബൈജേട്ടാ അതിന്റെ ലവിത്താന്റെ കഥ പുറമെ തന്നെ ഈ ഗ്രാമത്തിൽ വന്ന് താമസിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവര് ആ ഗ്രാമം ഇട്ടുണ്ട് പോയിന്ന്. അതുകൊണ്ട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞായിട്ട് കിടക്കണേ. ആ ഗ്രാമം പോലെ തന്നെ ഇവിടെ വന്ന ആളുകൾക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവര് വന്നവര് ഇത് മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചു പോയി. ആ ഉപേക്ഷിച്ചു പോയത് വർഷങ്ങളായിട്ട് വരുന്ന ഓരോരുത്തർ വീണ്ടും ഇട്ടിട്ട് പോകണം. അങ്ങനെ ഇവിടെ കിടക്കുക. കാരണം ഇത് ഇവിടേക്ക് മറ്റുള്ള വിധത്തിൽ എത്തുന്ന വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഇതൊക്കെ വളരെ അകന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആർട്ടിക്കിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അങ്ങനെ കൊന്ന് കൂട്ടി കിടക്കുന്ന പ്രദേശമാണ്. ശരിക്കും ഒരു പ്രേതാലയം എന്ന് പറയില്ലേ, ഒരു എന്താ പറയാ, അതുപോലുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ വില്ലേജ്. ഇവിടെ ഒരു പെർമനന്റ് പോലും ഇല്ല. ശ്രദ്ധിച്ചാൽ ഞങ്ങള് പെർമനന്റ് കൺസ്ട്രക്ഷൻ പോലും ഇല്ല. ഒക്കെ ടെമ്പററി കൺസ്ട്രക്ഷൻസാ. കാരണം വന്നു പോകുന്ന ആളുകൾ വന്നു പോകുന്ന സ്ഥലം അത്രേ ഉള്ളൂ. അത് നമ്മൾ കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ടെറിബർഗ് ഉത്തര ധ്രുവത്തിൽ നിന്നും 20 ഡിഗ്രി അകലെയാണ്. ധ്രുവരാത്രികളോടുകൂടിയ ഈ ആർട്ടിക് സർക്കിളിലെ പ്രദേശത്തെ ശൈത്യം വളരെ പ്രസിദ്ധപ്പെട്ടതാണ്. കപ്പൽ താഴ്ചകൾക്കും തടി ക്യാബിനുകൾക്കും പേരുകെട്ടതാണ് ഇത്. 1523 ടെറിബർഗ് ആദ്യമായി ഒരു സെറ്റിൽമെന്റായി പരാമർശിക്കപ്പെട്ടത് എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്നല്ലോ. 2014 അവിടെ ചിത്രീകരിച്ച ലെവിയതൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷമാണ് ഇത് ജനപ്രിയത നേടിയ ഒരു ആർട്ടിക് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ഈ പ്രദേശം ഒന്നടങ്കം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആന്ദ്രാ സിവാക്സേവിന്റെ ലെവിയതൻ എന്ന ചിത്രത്തിന് നന്ദി. ബാരക്സ് കടലിന്റെ തീരത്ത് ഒരിക്കലും പോയിട്ടില്ലാത്തവർക്ക് പോലും ഇപ്പോൾ ടെറിബർഗ് ഗ്രാമത്തെ കുറിച്ച് അറിയാം. അതിന് അക്ഷരാർത്ഥത്തിൽ അതിന്റെ കാരണം ആ സിനിമ തന്നെയാണ്, ലെവിയതൻ എന്ന ചിത്രം തന്നെയാണ്. അസാധാരണമായ പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ടെറിബർഗ് ആണവ യുദ്ധ കപ്പലുകളുടെ നശിച്ച ഒരു പ്രതീകവുമായി മാറി. ഭൂമിയുടെ നിറുക എന്ന് വിശേഷിപ്പിക്കാവുന്ന
റഷ്യയുടെ വടക്കേ അറ്റത്തെ അവസാനത്തെ ഗ്രാമപ്രദേശമായ അല്ലെങ്കിൽ കരപ്രദേശമായ അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിലെ റഷ്യയുമായിട്ട് ആർട്ടിക് സർക്കിളിൽ റഷ്യയുടെ അവസാന കരപ്രദേശമായ ടെറിബർക്കയുടെ അവസാന ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ ഭാഗമാണ് ഭൂമിയുടെ നെറുക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അവസാനത്തെ കരഭാഗം. റഷ്യയുടെ അവസാനത്തെ കരഭാഗമാണ്. എന്തിനാണ് ടെറിബർക്ക നമ്മൾ സന്ദർശിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായി ഈ അഡ്വഞ്ചർ ട്രിപ്പ് നമ്മൾ ചെയ്ത് ഭൂമിയുടെ നെറുകയിൽ തൊടുക എന്ന സബലീകരണം. അതൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുത്തലേ പറ്റുള്ളൂ. അതായത് യാത്രയുടെ കാഠിന്യങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ യാത്രയിൽ ഞങ്ങൾ പല സ്ഥലത്തും ഈ കാഠിന്യം അറിയാതിരിക്കാൻ വേണ്ടി പല ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ ചെയ്തത് കാരണം ഇവിടെ എത്തിയത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നു എന്ന് വേണേൽ പറയാം. ഇത് അക്ഷരാർത്ഥത്തിൽ ഭൂമിയുടെ അവസാനമാണ്. കോല ഉൾക്കടലിന്റെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതിനപ്പുറത്ത് ബാരിഷ് കടലിലെയും ആർട്ടിക് സമുദ്രത്തിലെയും വെള്ളവുമുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഈ യാത്രയിൽ ഉടനീളം പലരും പല ഭാഗത്തും ഒന്നിലധികം പ്രാവശ്യം തെന്നി വീഴുന്നുണ്ടായിരുന്നു. ഞാനും അതിൽപ്പെട്ടതാണ്. തെന്നി വീഴാതെ രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കം മാത്രം. അത്രയേ ഉള്ളൂ. അടുത്ത കാലം വരെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉള്ള ഒരു അതിർത്തി മേഖല ഉണ്ടായിരുന്നു. ടെറിബർക്കിലേക്കുള്ള പ്രവേശന കവാടം ഗുവ എന്ന സ്ഥലത്തായിരുന്നു. അവിടെയായിരുന്നു ആ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നിലവിലില്ല. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള അഡ്വക്കേറ്റ് അനന്തപത്മനാഭ സാറിന്റെ തത്സമയ വിവരണത്തിലേക്ക്. തൊട്ട് മുമ്പുള്ള കരപ്രദേശത്ത് ഇതിന് അവസരമുണ്ടാക്കിയ ദൈവത്തോട്, സർവ്വദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നു. ഉരുളൻ കല്ലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ദൃശ്യമാണ്. നമ്മളിവിടെ എത്തിപ്പെട്ടു. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്നു. തന്നെ ഇങ്ങനെ തന്നെ നടക്കണ്ടേ? അയ്യോ, എങ്ങനെ അറിയാൻ? അപ്പൊ എങ്ങനെ അറിയണ്ടേ? ഇതുവഴി വരാമോ? ഇതുവഴി വരാമോ? ഇത് ഏത് സിയാ? ബാരൻസി ആണ്. ബാരൻസി കല്ലുകളിൽ നോക്കി പോകണം അല്ലേ? ഇതാണ് ബാരൻസി. ബാരൻസിയുടെ അടുത്ത് ആളുകളുണ്ട്. കല്ലുകൾ നോക്കി പോകണമെന്ന് പറഞ്ഞു തന്നു. അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമുള്ള കുഴി കണ്ടേക്കാം. ഏതായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ്. എല്ലാവരും സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ബാരൻസിയിൽ ഇറങ്ങിയിരിക്കുന്നു. ബാരൻസിയിൽ ഇതുവഴി ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. നന്ദി. ഇതുവഴി ഇറങ്ങാമല്ലോ അല്ലേ? ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓക്കെ നമ്മുടെ ഗൈഡാണ്. ഇതാ ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനടുത്ത് രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുക. ഇതാ ആർട്ടിക് സമുദ്രത്തിൻ്റെ തെക്കേ തീരത്താണ് ഇവരിപ്പോൾ. റഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ ജനവാസമുള്ള ഏറ്റവും അവസാനത്തെ കരഭാഗത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അവരുടെ ആഹ്ലാദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനൊക്കില്ല, സംശയമില്ല. തീർച്ചയായിട്ടും ഒരു പാൽക്കടൽ പോലെ കരയും നീല സാഗരവും ആർട്ടിക് സാഗരവുമാണ് നമ്മുടെ കാണുന്നത്. ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അനുവചനീയമായ ഒരു ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. എൻ്റെ രണ്ട് ആർട്ടിക് ഓഷൻ്റെ തെക്കേ കരഭാഗത്താണ്. ഇവിടെ എൻ്റെ വലതുഭാഗത്ത് കാണുന്നത് ഡോൾഫിൻസ് എഗ് എന്ന് പറയുന്ന ഉരുളൻ കല്ലുകളുള്ള ഒരു തീരപ്രദേശമാണ്. ഇവിടെ ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്നു. ഒക്ടോബർ മാസം 26-ാം തീയതിയാണ് മഞ്ഞ്
മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മഞ്ഞ് മൂടി കഴിഞ്ഞു. ഒരടിയോളം മഞ്ഞ് വീഴ്ചയുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ നല്ല വെതറായിരുന്നു. ഇത്രയും മഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും അതിസുന്ദരമായൊരു പാൽക്കടൽ പോലെ, വിഷ്ണു ചയനം കൊള്ളുന്ന പാൽക്കടൽ പോലെ വെളുത്ത ഒരു കടലിൻ്റെ അറ്റത്ത് ഒരു നീലക്കടലിൻ്റെ അരികിൽ നമ്മളിവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എത്താൻ സഹായിച്ച ദൈവത്തിന് 1000 സ്തുതികൾ നേരുന്നു.